കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെ ഹെൽത്തി കേരള ക്യാമ്പയിൻ തൃക്കരിപ്പൂർ നിയോജക മണ്ഡലത്തിലും പര്യടനം നടത്തി. ചെറുവത്തൂരിൽ വെച്ച് എം രാജഗോപാലൻ MLA ആണ് സന്ദേശ പ്രചരണ ജാഥയുടെ പ്രയാണം ഉദ്ഘാടനം ചെയ്തത്. This news sponsored by Bobby Chamanur International Jewelers, traditionally trusted for 162 years. കേരള സർക്കാർ ആയുഷ് വകുപ്പിന്റെയും നാഷണൽ ആയുഷ് മിഷൻ കേരളയുടെയും ഭാരതീയ ചികിത്സാ വകുപ്പ് കാസർഗോഡിന്റെയും ഹോമിയോപ്പതി വകുപ്പ് കാസർഗോഡിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഹെൽത്തി കേരള ക്യാമ്പയിൻ എന്ന പേരിൽ ആരോഗ്യ ബോധവൽക്കരണ പ്രചരണ ജാഥ ആവിഷ്കരിച്ചതും നടത്തുന്നതും. ഇതിന്റെ ഭാഗമായുള്ള തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം തല ക്യാമ്പയിനാണ് ചെറുവത്തൂരിൽ നിന്നും പ്രയാണം ആരംഭിച്ചത്. EMS ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ വെച്ച് മണ്ഡലം MLA എം രാജഗോപാലൻ ക്യാമ്പയിന്റെ പര്യടനം ഉദ്ഘാടനം ചെയ്തു. ഹോമിയോ ആയാലും അലോപ്പതി ആയാലും ലഭ്യമാക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ പ്രത്യേകത. അതിൽ ചില ആളുകൾക്ക് അസൂയുണ്ട്, അത് വൻകിട കോർപ്പറേറ്റുകൾക്കാണ്. അതുകൊണ്ട് ഈ കേരളത്തിൽ ഈ അടുത്ത ദിവസം ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട് നടന്ന മന്ത്രിയെക്കെതിരെ നടന്ന ആക്രമണം ഉൾപ്പെടെ കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട ആരോഗ്യ സ്ഥാപനങ്ങളും ആശുപത്രികളും ഇന്ന് വമ്പൻ കുത്തക കോർപ്പറേറ്റുകൾ വിലക്ക് വാങ്ങിയിരിക്കുകയാണ്. ഗർഭസ്ഥ ശിശു മുതൽ നമ്മളിവിടെ ആരോഗ്യ സംരക്ഷണം പൊതുമേഖലയിൽ സംസ്ഥാന സർക്കാർ ഉറപ്പുവരുത്തുന്നു എന്നുള്ളതാണ്. ഗർഭിണിയായ സ്ത്രീകളെ സംബന്ധിച്ച്, സഹോദരിമാരെ സംബന്ധിച്ച് അവർക്ക് മതിയായ കലോറി ഭക്ഷണം ഉറപ്പുവരുത്തിയാൽ മാത്രമേ ആരോഗ്യമുള്ള കുഞ്ഞിന് പിറവി കൊടുക്കാൻ കഴിയൂ. ചടങ്ങിൽ ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ അധ്യക്ഷനായി. പെലിക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇ കുഞ്ഞിരാമൻ, പടത ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PC സുബൈദ, വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MT ബുഷ്ര, നീലേശ്വരം നഗരസഭാ വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ EK ചന്ദ്രൻ, ചെറുവത്തൂർ പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ P ശശിധരൻ, നീലേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് അംഗം AP മുഹമ്മദ് അലി, ചെറുവത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗം MP ഷിജു, ചീമിനി ഗവൺമെൻറ് ആയുർവേദ ആശുപത്രി CMO ഡോക്ടർ ഇന്ദു ദിലീപ് എന്നിവർ സംസാരിച്ചു. തൃക്കരിപ്പൂർ നിയോജക മണ്ഡലം ഹെൽത്തി കേരള ക്യാമ്പയിൻ ചെയർമാൻ ഡോക്ടർ B ലീന സ്വാഗതവും തൃക്കരിപ്പൂർ ഗവൺമെൻറ് ഹോമിയോ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുജയ നായർ നന്ദിയും പറഞ്ഞു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് യോഗ ഇൻസ്ട്രക്ടർമാരുടെ യോഗ ഫ്ലാഷ് മോബ്, ഫുഡ് എക്സ്പോ, ജീവിതശൈലി രോഗനിർണയ ക്യാമ്പ്, നേത്രപരിശോധന ക്യാമ്പ്, അസ്ഥിസാന്ദ്രത പരിശോധന ക്യാമ്പ് എന്നിവയും നടന്നു. ഹെൽത്തി ഫുഡ് എക്സ്പോ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ ചെറുവത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടി നാരായണൻ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സാജിദ സഫറുള്ള, ചെറുവത്തൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മിനിമോൾ, തൃക്കരിപ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജീഷ് ബാബു എന്നിവർ വിതരണം ചെയ്തു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.